Good morning, ladies and gentlemen. Welcome to your favorite. Hello, ladies and gentlemen. So, the nation wants to know. ഇതിൻ്റെ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ആർക്കും താല്പര്യമില്ല. ബിക്കോസ് മലയാളികൾക്ക് ഈ സാധനം വലിയൊരു ഹൈപ്പായിട്ട് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവർക്ക് അറിയില്ല. ബട്ട് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ഈ ഒരു സാധനത്തിൻ്റെ റിവ്യൂവിന് കിട്ടുന്നത് മിനിമം 1 മില്യൺ വ്യൂസാണ്. മിനിമം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക് ബേണർ എന്ന് പറയുന്ന ഒരു റിവ്യൂവറിൻ്റെ പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതൊരു സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ പേര് ലേയേഴ്സ് അനാർക്ക് എന്നാണ്. നമ്മൾ ആദ്യം മേടിച്ചത് കൊണ്ട് നമുക്കൊരു മാഗ്നറ്റിക് സ്ട്രാപ്പും ഫ്രീ ആയിട്ട് പുള്ളി തന്നിരിക്കുകയാണ്. തങ്ക മാഗ്നറ്റിക് സ്ട്രാപ്പ് കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെങ്കിൽ ഇതാണ് പെട്ടി. ഒരു മാഗ്നറ്റിക് പെട്ടിയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തുറക്കാം. ഇവിടെ ചാർജർ വാഴുന്നുണ്ട്. പിന്നെ അതേപോലെ പുള്ളി നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കണക്ടർ തന്നിട്ടുണ്ട്. അതായത് ടൈപ്പ് സി ടു മറ്റേ ഇത്, അതായത് ഇവർ തരുന്ന ചാർജറിന് ഇപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് സി നിങ്ങളിൽ പവർ ഡെലിവറി പരിപാടിയാണ് ഉള്ളതെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. ഈ ഒരു കണക്ടർ തന്നത് ഐ ലൈക്ക് ഇറ്റ്. ഈ സാധനമാണ് ഇതിൻ്റെ ചാർജിങ് പരിപാടി. വളരെ പ്ലാസ്റ്റിക്കി ആയിട്ടുള്ള ഒരു സാധനമാണ്. കുഴപ്പമില്ല. യന്ത്രമാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മാഗ്നറ്റിക്കലി ഒട്ടും, പക്ഷേ പെട്ടെന്ന് ഇളകി പോകും കേട്ടോ. ഇതിങ്ങനെ എളുപ്പത്തിൽ ഇളകി പോകും. ഒരു ഒട്ടും പവറുള്ള ഒരു മാഗ്നറ്റ് അല്ല. അപ്പോൾ നേരെ വണ്ണം നിങ്ങൾ നോക്കണം ചാർജ് ആവണുണ്ടോ ഇല്ലയെന്ന്. ഇല്ലെങ്കിൽ ഈ സാധനം പെട്ടെന്ന് ഇളകി പോകും. ഈ ലുക്കാണ് ഇത്. കണ്ടല്ല എന്താ മനോഹരമായിരിക്കുന്നു അല്ലേ, കണ്ണനൊക്കെ പൊള്ളി ലുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗംഭീര നല്ലൊരു സ്ട്രാപ്പൊക്കെ അവർ തരുന്നുണ്ട്. സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റിയൊക്കെ പൊളിയാണ്. ഇതിന് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ വരുന്നുണ്ട്. ബിക്കോസ് ഇത് പുള്ളി പറഞ്ഞത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ്. പക്ഷെ ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എടാ സോറി അളിയാ, അറിയാതെ വിളിച്ചതാ. കൊണിജീവാ വൈ അറിയാതെയൊക്കെ ഫോൺ വിളിച്ചടാ. എന്തിനാണോ എന്തോ കാർത്തീന് ഏതൊക്കെയോ ഫോണിൽ നിന്നൊക്കെ കേട്ടത്. ബിക്കോസ് ഈ 2 വാച്ചും ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദിസ് ഈസ് ദി നമ്മുടെ CMF വാച്ച് 2 Pro. ഇതിന് 5000 രൂപയുള്ളൂ, ഇതിന് 7000 രൂപയാണ്. ഒറ്റ കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, ദിസ് തിങ് ഈസ് ഓവർ പ്രൈസ്ഡ്. ഇനി ആരൊക്കെ എനിക്കിനി എതിരെ ക്യാസ് ഇട്ടാലും എനിക്ക് വെറും ആണ്, മനസ്സിലായ? ഇത് ഓവർ പ്രൈസ്ഡ് ആണ്. 7000 രൂപയ്ക്ക് ഈ സാധനം ഇല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ അകത്ത് ഇതിനേയും കാട്ടിലും ഫീച്ചേഴ്സ് ഉണ്ട് 5000 രൂപയ്ക്ക്. സോ അപ്പോൾ അവിടെയാണ് എൻ്റെ കൺഫ്യൂഷൻ. പുള്ളി പറയുന്നത് ഇതിൻ്റെ അകത്തൊരു ഗംഭീര പ്രോസസ്സറുണ്ട്, ഇതിൻ്റെ അകത്ത് മറ്റേ SpO2 നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ഡോക്ടർ പറയണ മറ്റേ വിരളി വെക്കണ SpO2ൻ്റെ റീഡിങ് കിട്ടും, ഹാർട്ട് റേറ്റിൻ്റെ പക്കയാണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് സി ലെറ്റ്സ് ഡിസ്കസ് സ്മാർട്ട് വാച്ചസ്. ഒന്നാമത്തെ കാര്യം, ഒരു സ്മാർട്ട് വാച്ചിന്, ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. ഞാൻ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ബിക്കോസ് ഐ യൂസ് G-Shock ഓർ ഒരു ലോഞ്ചീൻസ്, ഒരു എന്തെങ്കിലും ഒരു റോളക്സ്, ഒരു ഓഡിമർ പീഗെ, ഒരു പത്തേക് ഫിലിപ്പ്. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് ഓട്ടോമാറ്റിക് ടെർബിലിയോൺ എന്നൊക്കെ പറയുന്ന മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ അതൊക്കെ വേറെ ഒരു ഫീല്. ഇത് എനിക്ക് എന്തുകൊണ്ട് ഞാൻ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ കയ്യിൽ ഫോണുണ്ട്. എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ടെക്സ്റ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇമെയിൽ നോക്കാനൊക്കെ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. സോ ഐ യൂസ് എ ഫോൺ ഇൻസ്റ്റെഡ് ഓഫ് ഒരു ചെറിയ സ്ക്രീൻ. ദ ഒൺലി ബെനിഫിറ്റ് ഓഫ് എ സ്മാർട്ട് വാച്ച് ഇൻ മൈ ഒപ്പീനിയൻ ഈസ് 3 things. ഒന്ന്, ഫോൾ ഡിറ്റക്ഷൻ. അതായത് എവിടെയെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ ഒരു 911 അല്ലെങ്കിൽ നമ്മൾ ആംബുലൻസിൻ്റെ നമ്പറിലോട്ട് വിളിക്കുന്ന ഏർപ്പാട്. ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴുകയോ എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്ന് വീഴുകയോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണ്. എന്നാൽ ഈ സാധനം ഇത് രണ്ടിലും അതില്ല. അതിന് നമ്മൾ പൈസ കൊടുത്ത് ഒരു ആപ്പിൾ വാച്ചോ സാംസങ്ങിൻ്റെ വാച്ചോ ഗൂഗിൾ പിക്സൽ വാച്ചോ ഒക്കെ മേടിക്കണം, വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ്, വിച്ച് കംസ് അറൗണ്ട് ലൈക്ക് 20,000, 25,000, 40,000. പ്ലീസ് ഡോണ്ട് ബൈ ആപ്പിൾ വാച്ച് അൾട്ര. എൻ്റെ ഒരു എളിമയായ ഒരു റിക്വസ്റ്റാണ്. ദൈവത്തിനെ ഓർത്ത് അത്രയും വില കൊടുത്ത് വാച്ച് അൾട്രയൊന്നും എടുക്കരുതടേ. അത് നിങ്ങളൊന്ന് ആലോചിക്കണം, 3 ദിവസം കഴിഞ്ഞ് അത് ചാർജ് ഇടണം. എനിക്ക് ഈ ചാർജ് ചെയ്ത് വാച്ച് കെട്ടണ പരിപാടി ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് ഇതുപോലത്തെ സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ സ്മാർട്ട് ബാൻഡ് ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫാണ്. ഇത് ഒരു ചാർജിന് ഒരു 10 ദിവസം കിട്ടും, ഇതും ഒരു 2 ആഴ്ചയൊക്കെ അവർ പറയുന്നുണ്ട്. ആൻഡ് സോ ഡെഫിനറ്റ്ലി അതൊരു ഓപ്ഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറഞ്ഞ സാധനം പ്യുവർലി ആക്യുറേറ്റ് അല്ല, ബട്ട് സം വാട്ട് ഇറ്റ് ഈസ് ആക്യുറേറ്റ്. ഏതെങ്കിലും ഒരു 10 സ്റ്റെപ്പ് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒരു 10 സ്റ്റെപ്പ് താഴോട്ടൊക്കെ പോകത്തേ ഉള്ളൂ. ബട്ട് നമ്മളുടെ മൈൻഡിലൊരു സാധനമുണ്ട്, അതൊരു സൈക്കോളജിക്കൽ പരിപാടിയാണ്. അതൊരു 10,000 സ്റ്റെപ്പ് ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ അത് ഹെൽത്തിയാണ്. അല്ലെങ്കിൽ മറ്റേ ആപ്പിളിൻ്റെ മറ്റേ കുറേ ചക്രമൊക്കെ ഇല്ലേ, ഇതേപോലത്തെ നമുക്കിങ്ങനത്തെ ഇങ്ങോട്ട് സൈഡിലോട്ടാക്കുമ്പം ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഈ ചക്രം ഇതിലും ഉണ്ട്. ഈ സാധനം ഫുള്ളാകുമ്പോൾ നമുക്ക് നമ്മൾ ഹെൽത്തിയാണ് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള നമുക്കൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം. പക്ഷേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ മേലെയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് അങ്ങനെ നിങ്ങൾക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണമെങ്കിൽ യു ഷുഡ് ഗോ ഫോർ എ ചെക്കപ്പ് എവറി മന്ത്. നമ്മളുടെ ഷുഗർ ലെവൽസ്, നമ്മളുടെ എല്ലാം നോക്കണം. നമ്മളുടെ അത് നമുക്ക് ഒരു പക്ക ഡയഗ്നോസിസ് സെൻറ്ററിൽ മാത്രമേ ആ ഒരു എക്യുപ്മെൻറ്റ്സും അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ആപ്പിളിൽ ECG ഉണ്ട്, സാംസങ്ങിൽ ECG ഉണ്ട്. ഡോക്ടർ ഇതാണ് ഡോക്ടർ ഞാൻ എടുത്തുകൊണ്ടിരുന്ന ECG എന്ന് പറഞ്ഞാൽ ഡോക്ടർ കണ്ണി കുത്തും തരും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അത്? ഡോക്ടർ ഇതാണ് എൻ്റെ SP എൻ്റെ ഓക്സിജൻ ലെവൽ ഇതാണ് ഡോക്ടർ. ശരി ബ്രോ എന്ന് പറഞ്ഞിട്ട് പുള്ളി മറ്റേ ഇവിടെ വയ്ക്കും. നമുക്ക് മെഡിക്കൽ ഇതിൽ ഒരിക്കലും ഈ സാധനങ്ങളൊന്നും ആക്യുറേറ്റും അല്ല, ഈ സാധനങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇതിൽ നിന്ന് വരുന്ന റീഡിങ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവരവരേതായ രീതിയിൽ ECGക്കൊക്കെ മറ്റേ സാധനമൊക്കെ വെച്ച് ആ സാധനം. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് ഹെൽത്ത് ട്രാക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ ഈ പാച്ചസ് ഉണ്ട്. ഈ ഷുഗർ പേഷ്യൻസൊക്കെ ഇവിടെ വെക്കുന്ന ഒരു പാച്ച് ഉണ്ട്. അത് അൾട്രാ ഹ്യൂമൻ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ബ്രാൻഡ്, അൾട്രാ മാനോ ഹ്യൂമൻ എന്തോ ഒരു സാധനമുണ്ട്. ഒരു സാധനമുണ്ട്, ഒരു ചെറിയൊരു നീഡിൽ പോലത്തെ ഒരു സാധനം നമ്മളുടെ ദേഹത്തോട്ട് കുത്തിയിട്ട് നമുക്ക് ഒരു മന്ത് നമുക്കിങ്ങനെ ഇത് ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതിൽ നിന്ന് നമുക്ക് കയറുന്ന കാലറീസ്, അതിൽ നിന്ന് കയറുന്ന ഗ്ലൂക്കോസ് ലെവൽ ഒക്കെ കണ്ടുപിടിച്ച് തരുന്നൊരു സാധനമാണ്. ഇറ്റ്സ് എക്സ്പെൻസീവ്. അൾട്രാ ഹ്യൂമൻ അങ്ങനെ എന്തോ ആണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര്. അത് അവർ തരും ഒരു പാച്ച്. ഈ ഷുഗർ പേഷ്യൻസൊക്കെ മോണിറ്റർ ചെയ്യാൻ വയ്ക്കുന്നൊരു സാധനമാണ്. അത് ആക്യുറേറ്റാണ്. അത് എല്ലാ ഇതും സർട്ടിഫൈഡും ഓക്കെ അടിച്ചൊരു സാധനമാണ്. മൂന്നാമത്തെ കാര്യം ഫാഷൻ. നിങ്ങൾക്ക് സ്ട്രാപ്സ് മാറ്റാം, നിങ്ങൾക്ക് വാച്ച് ഫേസസ് മാറ്റാം, നിങ്ങൾക്ക് സ്വന്തം ഫോട്ടോ ഇതിൻ്റെ അകത്ത് ഇടാം. നമ്മളെ മരമോ എന്താ വേണമെങ്കിൽ നമുക്കിതിൽ ഇടാം. ഇതൊക്കെയാണ് ആ മൂന്നാമത്തെ ഫാക്ടർ. ഇറ്റ്സ് എ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഇഷ്ടമനുസരിച്ച് നമ്മളുടെ ഡ്രസ്സിനനുസരിച്ച് സ്ട്രാപ്പുകൾ മാറ്റാം, വാച്ച് ഫേസസ് മാറ്റാം. ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. ഐ ഫീൽ അതായിരിക്കാം വൺ ഓഫ് ദ ടോപ്പ് പ്രയോറിറ്റി വെൻ പീപ്പിൾ buy this stuff. So smart watch എന്ന് പറയുന്ന സാധനം I am not at all interested. I will never wear a smart watch unless or until അങ്ങനെ നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അവർക്കൊരു ബെനിഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ വരുന്നത് ഈ സാധനം ഓവർ പ്രൈസ്ഡ് ആണ്. 7,000 രൂപയ്ക്ക് ഈ സാധനമില്ല. ഇതിലൊരു ബേസിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ എൻ്റെ ഫേസ് ആണ് ഞാൻ വാൾപേപ്പർ ആയിട്ട് ഇട്ടേക്കുന്നത്. ഇതിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ വെരി ബേസിക് സ്റ്റഫ്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ കൂട്ടുകാരിയും അച്ഛനും അമ്മയും എല്ലാവരും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ സെൽഫോൺ മേടിക്കുന്നത് അവരെ ഫോട്ടോ വാൾപേപ്പറായിട്ട് ഇടാനാണ്. ആൻഡ് ദിസ് 5,000 രൂപയുടെ സാധനം ക്യാൻ ഡൂ ദാറ്റ്. 7,000 രൂപ ഈ സാധനത്തിന് കാൺ ഡു ഇറ്റ്. പിന്നെ ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഈ സാധനത്തിനകത്തുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട്, അതായത് നമ്മൾ നടക്കുകയോ ഓടുകയോ സൈക്കിളും ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും ദാറ്റ് വി ആർ ഡൂയിങ് എ വർക്കൗട്ട്. ആ സാധനം ഇതിൻ്റെ അകത്തില്ല. കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് രണ്ടിലും ഉണ്ട്. ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. നമ്മളുടെ ഹാർട്ട് റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കും. ഇതിൽ ഇൻ്റർവെൽസ് ആണ് വെക്കുന്നത്. 10 മിനിറ്റ് വേണോ 20 മിനിറ്റിൽ ചെയ്യണോ എന്നുള്ള. പിന്നെ SpO2. പിന്നെ ഇതിൽ ഒരുപാട് കാൽക്കുലേറ്റർ ഉണ്ട് ഈ വാച്ചിൻ്റെ അകത്ത്. ഇതിനകത്തില്ല. ഓട്ടോ ബ്രൈറ്റ്നസ് ഇതിൻ്റെ അകത്തില്ല. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിൻ്റെ അകത്തില്ല. ഇതിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ച് അവർ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ out of the box it's not there. It's a 7,000 rupees watch. See, these are like a basic stuff which people looked at it. പിന്നെ രണ്ടും IP68-ൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് രണ്ടും എടുത്തുകൊണ്ട് കുളത്തിൽ ചാടാം, കുഴപ്പമൊന്നുമില്ല. 2 വാച്ചും കിട്ടിക്കൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ, അതായത് ആപ്പ് എന്നുള്ള രീതിയിൽ ഐ ഫീൽ CMFൻ്റെ ആപ്പാണ് കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് ഇറ്റ് ഹാസ് റിയലി നൈസ് മിനിമലിസ്റ്റിക് വാൾപേപ്പേഴ്സ്, really good wallpapers comparing to this. See, these are the basic things which sadharnakaran look and which is not there.
ആൻഡ് ഇറ്റ് ഈസ് പ്രൈസ്ഡ് 7,000 rupees. സാധനം വളരെ സോളിഡ് ബിൽഡാണ്. പിന്നെ കുറച്ച് വെയിറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് മെറ്റൽ ബോഡി തന്നെയാണ്, ഇത് മെറ്റൽ ബോഡിയാണ്. അവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് ഇത് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഹെവി ടു ബി ഓണസ്റ്റ്. ഇത് സ്ലീപ്പ് ട്രാക്ക് ഒന്നും എന്നെ കൊണ്ട് പറ്റൂല. എന്നെ കൊണ്ട് രാത്രി ഇതും കെട്ടിക്കൊണ്ട് കിടന്നുറങ്ങാൻ നടക്കൂല. ഉള്ള കാര്യം ഞാൻ പറയാം, എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ ആപ്പിൻ്റെ ഇത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ നൈസ് ആപ്പാണ് CMFൻ്റെ. ഇതാണ് CMFൻ്റെ വാച്ച്. നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസസ്, വി ഹാവ് ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് ആക്ച്വലി. ഇതിൻ്റെ അകത്ത് വെള്ളം കുടിക്കാൻ റിമൈൻഡർ അതിൻ്റെ അകത്തുണ്ട്. കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ എണീച്ച് നടക്കാൻ പറയണ റിമൈൻഡർ. അതൊന്നും ഞാൻ ഇതിൻ്റെ ആപ്പിലോ ഒന്നിലോ കണ്ടില്ല. മറ്റേ ക്യാമറ കൺട്രോൾ ആപ്പ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല. ഞാൻ കാര്യമായിട്ട് പറയാം, ഐ ഡിഡ്ന്റ് സീ ഇറ്റ്. ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ വെതർ, ഫ്ലാഷ് ലൈറ്റ്, സ്റ്റോപ്പ് വാച്ച്, അലാം, മ്യൂസിക്, റെക്കോർഡ്സ്, വർക്കൗട്ട്, സ്ട്രെസ്, സ്ലീപ്പ്, HPO2, നോട്ടിഫിക്കേഷൻ. എവിടെ അവരുടെ ക്യാമറ കൺട്രോൾ ഇല്ല. ഇതിലുണ്ട്. 5,000 ഉള്ളൂ ഈ സാധനത്തിന്. അപ്പോൾ എങ്ങനെയാണ് ഈ സാധനം നമ്മൾ ഇതല്ലേ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ? ഇതിൽ നിന്നും എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഇറ്റ്സ് CMF, നത്തിങ്ങിൻ്റെ ബ്രാൻഡുമാണ്, സബ് ബ്രാൻഡുമാണ്. ഇതാണ് ഞാൻ പറയുന്നത്, നമുക്ക് കസ്റ്റമായിട്ട് നമ്മുടെ ഫേസ് വയ്ക്കാം. അല്ലെങ്കിൽ AI ജനറേറ്റ് ചെയ്തിട്ടുള്ള വാൾപേപ്പേഴ്സും നമുക്ക് വെക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളത് ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് AI വാൾപേപ്പേഴ്സ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഈസ് എ ബെറ്റർ പ്രോഡക്റ്റ് ദാൻ ദിസ്. ഇഫ് ദിസ് വാസ് പ്രൈസ്ഡ് അറൗണ്ട് ലൈക്ക് 3,000 rupees, ഒരു 3,500 രൂപയ്ക്കാണ് ഡെഫിനറ്റ്ലി ഞാനിത് ധൈര്യമായിട്ട് എടുത്തോളം പറയും. ബട്ട് ദിസ് ഈസ് ലൈക്ക് എ ഫസ്റ്റ് പ്രോഡക്റ്റ്, സോ ഐ തിങ്ക് you can rectify all these mistakes and come out with a better option. A better version next year. 7,000 rupees is too much. It's overpriced in my opinion, bro. You know, all of us, you could have given this watch to us and we could have given a proper feedback whether this is good or not, or whether this thing is good to go for the consumers. നമ്മൾ പറഞ്ഞു തന്നെ ഇതിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്. But it's a good product, but it's too much price. 7,000 രൂപയ്ക്ക് it's not at all worth it. I feel this is good in my opinion. AMOLED ഡിസ്പ്ലേ തന്നെയാണ്, കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ഒരു വെറൈറ്റി ലുക്കൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. ഇതിന് 650 nits ആണ്, ഇത് 700 nits ആണ്. ഡിസ്പ്ലേ ഒക്കെ വൈസ് ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഞാൻ പോലെ ഓട്ടോ ബ്രൈറ്റ്നസ് ഇല്ല ഇതിലുണ്ട്. ദാറ്റ് വിൽ ഗിവ് യു എക്സ്ട്രാ ബാറ്ററി ലൈഫ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, വിച്ച് ഈസ് ഓൾസോ ബേസിക് സ്റ്റഫ്. യു ആർ ഗെറ്റിംഗ് ഓൺ 5,000 rupees ആണ് ഇത്. യു ഷുഡ് ഹാവ് ഗിവൺ us that. So anyways, that's what I feel about Anark. And this is your first product. Maybe your next product will be really good. You can rectify all these mistakes and come out with a better stuff. എന്ന് ഞാൻ പറയുന്നു. And all the very best with your new venture, bro. And അണ്ണായിട്ടുണ്ട് നടക്കുന്ന റോളക്സ് ആണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടിട്ടുള്ള തന്നെ. അതിലൊന്നൊരു വിഷയമില്ല. ഇപ്പോൾ നാളെ നമ്മളൊരു ബിസിനസ് കൊണ്ടുവന്ന് വെച്ചോ, ഞാനൊരു പവർ ബാങ്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നമ്മളെ നാട്ടുകാരെ പ്രത്യേകം പറഞ്ഞാൽ ആരും മേടിക്കൂല. വാടാ കോപ്പയെന്ന് പറയും. നീ 5,000 രൂപയ്ക്ക് ഇപ്പം ഞാൻ വാങ്ങിക്കാമെന്ന് പറയും. അതാണ് നമ്മളെ നാട്ടുകാരെ ബെനിഫിറ്റ്. നമ്മൾ എന്തൊരു മറിച്ച് കൊണ്ടുവന്നാലും പോടാ പട്ടി എന്ന് പറയും. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. അവരെയൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ഇതൊക്കെ ഞാൻ ഭയങ്കര സപ്പോർട്ടീവാണ് ഈ ക്രിയേറ്റേഴ്സിന്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ ഗോട്ട് 4 crores ഔട്ട് ഓഫ് ദിസ് താരം. പിന്നെ പുള്ളിയുടെ ഒരു ക്ലോത്തിങ് ലൈനപ്പൊക്കെ ഉണ്ട്, കിടിലാണ്. ഈ പുള്ളിയുടെ ടെക് ബേണറിന് അടിപൊളി സാധനമാണ്. അവൻ നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട്. ബിക്കോസ് അങ്ങനെയാണ് അവനെ സപ്പോർട്ട് ചെയ്യണത്. ഇവിടെ നമ്മളൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഒരു മറിച്ച് ഒരു ടീഷർട്ട് ഉണ്ടോയെന്ന് ഞാൻ പറയും പാടാ പറ്റിയെന്ന്. വരട്ട് കാര്യമില്ല, നമുക്ക് അസൂയാണെന്ന് പറയും. ബട്ട് നമ്മളെ നാട്ടുകാർ ഇത് തന്നെ ഇറങ്ങി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ അറിയായിരിക്കും. ഈ ഒരു യൂട്യൂബ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, അത് എന്തിനാണെന്ന് നോക്കുക. അല്ലാത്തവർ ഇതേത് വാച്ച്, ഏത് ടെക് ബേണർ എന്ന് ചോദിക്കും. അതാണ് അവസ്ഥയുടെ. അവൻ കോടികളുണ്ടാക്കി. ഓൾ ദ ബെസ്റ്റ് ബ്രോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് പൊളിക്ക്, അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണം. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. 5,000 രൂപയേ ഉള്ളൂ. അത്യാവശ്യ സാധനങ്ങളൊക്കെ നടക്കും. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് വാച്ചിനെയും കാട്ടി G-Shock വാങ്ങിച്ചിടണതാണ് നല്ലത്. നല്ലൊരു ടിസോയൊക്കെ അതിലോട്ട് എത്തണം നമ്മൾ. മനസ്സിലായോ? നമ്മൾ ടിസോ, റോളക്സ് ആ ലെവലിൽ നമ്മൾ ചിന്തിച്ച് നമ്മളവിടെ എത്തണം. ഇത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ മേടിച്ചോ, അത് ഐ ആം ഫൈൻ. പക്ഷെ നമ്മളെപ്പോഴും അവിടെ സ്റ്റക്ക് ആവരുത്. വി ഷുഡ് ഡോണ്ട് ഫോക്കസ് ഓൺ ആപ്പിൾ വാച്ച് അൾട്ര. ആ കാശ് കൊടുത്ത് അത് മേടിക്കരുത്. ഞാൻ ഉള്ള കാര്യം പറയണായിരുന്നു. 3 ദിവസം കഴിയുമ്പോൾ ചാർജ് ചെയ്യണം. എന്ത് കോപ്പാണത്. എല്ലാവരും റോളക്സ് മേടിക്കുന്ന ലെവലിലോട്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയം തട്ടി പ്രാർത്ഥിക്കുകയാണ്, വിഷ് ചെയ്യുകയാണ്. ബൈ.